തോട്ടുമുക്കം പാനമ്പിലാവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കുടിവെള്ള വിതരണം നിലച്ചതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കുടിവെള്ള വിതരണം 3 ദിവസം പിന്നിട്ടു. തോട്ടുമുക്കം ചെറുപുഴയിൽ രാസമാലിന്യം കലർന്ന കക്കൂസ് മാലിന്യം തള്ളിയതോടെയാണ് പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന കുടിവെള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ദുരിതത്തിലായത്. ഇതോടെ കഴിഞ്ഞ 3 ദിവസമായി വാർഡ് മെമ്പർ സന്തോഷ് സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം ചെയ്തു വരികയാണ്. മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. പ്രതികളെ എത്രയും വേഗത്തിൽ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലും ആരോഗ്യവകുപ്പിനും നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പനമ്പിലാവ് പാലത്തിൽ നിന്നാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത്. പുഴയോട് ചേർന്ന് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഉള്ളത്. പ്രദേശത്തെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. CTV പ്രാദേശിക വാർത്ത മുക്കം.